ورسوله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. മൂന്ന് കാര്യങ്ങൾ മയ്യത്തിനെ അനുഗമിക്കും. ഒന്നാമതായി അയാളുടെ കുടുംബം. നമ്മൾ കാണാറുള്ളതാണ്, മയ്യത്തിനെ കബറിൽ കൊണ്ടുചെന്ന് വെക്കുവാനായി അയാളുടെ അടുത്ത ആളുകൾ ഉണ്ടാകാറുണ്ട്. അയാളുടെ സമ്പത്ത്, അയാളുടെ കർമ്മങ്ങൾ, അത് സൽക്കർമ്മമാകാം ദുഷ്കർമ്മമാകാം, രണ്ടും ഇടകലർന്നതുമാകാം. ഇങ്ങനെ കബറിടങ്ങി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തിരികെ വരും. ഒന്ന് മാത്രം ബാക്കിയാണ്. അയാളുടെ കുടുംബക്കാർ തിരിച്ചുപോയി, അയാളുടെ സമ്പത്തും തിരിച്ചുപോയി എന്നതിന്റെ ഉദ്ദേശം. പിന്നെ അത് അയാളുടെ സ്വന്തമല്ല. എത്ര തന്നെ കോടിക്കണക്കിന് സമ്പത്ത് അയാളുടെ പേരിലുണ്ടായിരുന്നു എങ്കിലും പിന്നെ അതൊന്നും അയാളുടെ പേരിലല്ല അറിയപ്പെടുക, അത് തിരിച്ചു പോരും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമുണ്ടായി. പിന്നെ എന്ത് ബാക്കിയാകും? അയാളുടെ അമ്മയുടെ മാത്രം അയാളുടെ ബാക്കിയാണ്. പറയുന്നു, 3 കൂട്ടുകാരാണ് മനുഷ്യരുണ്ട്. ആ 3 കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, മനുഷ്യ, ഞാൻ നിന്നോടൊപ്പം മരണം വരെ ഉണ്ടാകും. രണ്ടാമത്തെ ആൾ പറഞ്ഞു, മനുഷ്യ, ഞാൻ നിന്റെ കൂടെ പിന്നെ ഒരു സ്ഥലം വരെ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകില്ല. മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം എക്കാലവും ഉണ്ടാകും. അതിനാദ്യത്തെ കൂട്ടുകാരനാണ് അയാളുടെ സമ്പത്ത്. മരണത്തോടുകൂടി അയാളുടെ ഉടമസ്ഥാവകാശം സമ്പത്തുമായി നഷ്ടപ്പെടുന്നു. രണ്ടാമതായി കുടുംബമാണ്. പിന്നെ ഒരു സ്ഥലം ഉദ്ദേശിച്ചത് കബറാണ്. കബറിനരികെ മാത്രമാണ് കുടുംബക്കാർക്ക് പ്രവേശനം കൊടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരില്ല. മൂന്നാമത്തെ കൂട്ടുകാരൻ എല്ലാ കാലവും നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞത് കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾ മനുഷ്യന്റെ കബറിൽ മനുഷ്യനെ കൂട്ടായി ഓരോരുത്തരും പറഞ്ഞ രണ്ട് രൂപത്തിലാണ്. ദുഷ്കർമ്മിയായിട്ടുള്ള ഒരാളുടെ കർമ്മങ്ങൾ അയാളെ പ്രീതിപ്പെടുത്തുന്ന ഒരു രൂപത്തിൽ, അയാളുടെ പ്രയാസങ്ങൾ അധികരിപ്പിക്കുന്ന രൂപത്തിൽ വരും. അയാൾ ചോദിക്കും, നിന്നെ കാണുമ്പോൾ തന്നെ എന്തൊരു പ്രയാസം, ഞാനിവിടെ വലിയ പ്രയാസത്തിനാണ്, ഈ പ്രയാസം കൂട്ടുവാൻ വേണ്ടി വന്ന നീ ആരാണ്? അപ്പോൾ അത് പറയും, ഞാൻ എന്റെ കർമ്മങ്ങളാണ്. അങ്ങനെ ഈ കർമ്മങ്ങൾ ഇയാളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിനക്ക് വരാനുള്ള നരകമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു സൽക്കർമ്മിയായിട്ടുള്ള ആളുടെ കർമ്മങ്ങൾ കാണാൻ സുന്ദരനായ ഒരു ആളെ രൂപത്തിൽ വന്ന് ഇയാളെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനെ കാണുമ്പോഴെല്ലാം ഇയാൾക്ക് സമാധാനം കൂടിക്കൊണ്ടേയിരിക്കും. പറയുന്നു, സഹോദരൻ, ഈ അമലുകൾ മാത്രമാണ് നമ്മളുടെ കൂട്ടിനായിട്ടുണ്ടാകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ പറഞ്ഞ ഒരു സുഖാനന്ദയാകട്ടെ, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബറാണ്. നമ്മൾ എടുത്ത് അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം മറിച്ച് ഒരു പേജ് ഓടിയ ഖുർആനാകാം, കൊടുത്ത ഒരു 10 രൂപയാകാം അള്ളാഹുവിന്റെ നാമത്തിൽ. ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. എത്ര ചെറുതാണെങ്കിലും ശരി, ഇതിനെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ഒരു സ്വതകയാണ്. ഒരു ഹസ്തദാനം പോലും സ്വതകയാണ്. ഒരു നല്ല വാക്ക് പോലും സ്വതകയാണ് എന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മളുടെ ദീൻ. അതുകൊണ്ട് ചെറുതാണെങ്കിലും ഈ ചെറിയ നമ്മളുടെ ആയുസിന്റെ ഒരു പരിധിയും നമ്മൾ ചെറുതെങ്കിലും അങ്ങനെ ചെറുതുകൾ കുറെ കൂടി ഒരു വലുതാകുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹുവിന്റെ ഇങ്ങനെ അമലുകൾ ഇതാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് തൊഴിൽ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.